ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പിസ്സ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ. എന്തിനാണെന്നറിയോ, ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരുന്നിട്ടാണ് ഞാൻ നന്നാക്കുന്നത്. കാരണം ഇവിടെ അടിച്ചു കഴുകണം. ഇനി അടുക്കളയിലായി കഴിഞ്ഞാൽ ഈ ചിലമ്പലൊക്കെ തെറിക്കും. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് നന്നാക്കുന്നത് കേട്ടോ. എനിക്കിവിടെ ഒരു ആളും കൂടി കൂട്ടുണ്ടായിരുന്നു, ഡുഡുമോൻ. അവന് കൊടുത്ത ഭക്ഷണം അവിടെ വെച്ചിട്ട് അവനങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കറിയും നല്ല അടിപൊളി മീൻ കറിയൊക്കെ കാണാം, കഴിച്ചു കൂടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ അവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പറഞ്ഞു കൊടുക്കുകയാണ് ചേട്ടനോട്. കാരണം എന്താ പറയുക, മീൻ നന്നാക്കണതൊക്കെ ചാള ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയാറില്ലേ, ഞാൻ ഇവിടെ വന്നിട്ടാണ് മീൻ നന്നാക്കണത്. ജീവിതത്തിൽ ആദ്യമായിട്ട് മീൻ നന്നാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം. ഇപ്പോൾ വർഷങ്ങൾ പലതും കഴിഞ്ഞു, ഇപ്പോഴും ഞാൻ മീൻ നന്നാക്കിക്കൊണ്ടേയിരിക്കും. അടിപൊളിയായിട്ടൊക്കെ മീൻ നന്നാക്കാം. ആദ്യം ചിരമ്പലൊക്കെ കളഞ്ഞങ്ങ് വെക്കാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ നന്നാക്കാം എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് കഴുകാം. മീനൊക്കെ നന്നാക്കില്ലേ, ഇനി നമ്മൾ ഇതിലിങ്ങനെ ഉപ്പിട്ടിട്ടുണ്ട്, കല്ലുപ്പ്. അപ്പം അതിൽ ഇത് ചാള, അത് വെള്ളൂരി, അങ്ങനെ രണ്ട് മീനാണ്. അപ്പം അതിങ്ങനെ ഇതിലിങ്ങനെ കുറച്ച് ഇങ്ങനെ കാണിക്കണം കുറച്ച്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഞാനങ്ങനെ ഇത് ചിരമ്പലും സകല ഇതൊക്കെ ഇങ്ങനെ വഴുവഴുപ്പും ഒക്കെ പോകും. ഇനി അകത്ത് ചെന്നിട്ട് നമുക്ക് തിരിച്ച് സോർക്കൊഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിലിട്ടിട്ടുണ്ട് ഇടാം. ഞാൻ ആദ്യം ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതെടുക്കാം. ഞാൻ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിണങ്ങിട്ടിരിക്കാലോ. ചായ വെച്ചിട്ടുണ്ടായി, അപ്പൊ ചായ ഇവിടെ ഇറക്കി വെക്കട്ടെ. മീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്ക് ചായ ഒന്ന് സെറ്റാക്കാം. അപ്പൊ ആദ്യം ചായങ്ങൾ കുറിച്ച് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചോറും കറികളൊക്കെ അങ്ങ് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ടാ. അടിപൊളി മീൻകറി. ചേട്ടാ ചേട്ടാ ചേട്ടാ, നാളികേരം. ചേട്ടനെ വിളിക്കുന്നതൊക്കെ നാളികേരം എന്ന് പറയാനാ. കുറച്ച് മീനില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറച്ച് മീൻ മാത്രം എടുത്താൽ നമുക്ക് കറി വെച്ചാൽ മതി. ഇതില് മാത്രം കറി വെക്കുന്നത്. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർത്തില്ല, ഇതെല്ലാം ചേർത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, സെറ്റ് ആവട്ടെ. തന്നെ ഒരു കുറച്ച് എണ്ണം മാറ്റി വെച്ചിട്ട് ഒരു 2, 4, 6 എണ്ണം വറക്കാം. ഇതും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ. വലിയ പൊടിയില്ല, ഒരു കഷ്ണം ഒരു മാങ്ങ ബാക്കി വെക്കണില്ല ഞാൻ. ഒരു ലേശം പോലും എല്ലാം ചെത്തി കടഞ്ഞ് ഇങ്ങനെ എടുക്കണം. ഞാൻ ചെത്തി കടഞ്ഞ് എടുക്കാം. ഒരെണ്ണം പോലും ബാക്കി വെക്കണില്ല. ഇത്ര മതി, ഒരുപാട് മാങ്ങ വേണ്ട. ചെറിയ ഉള്ളി, ഒരു ഇഞ്ചിയുടെ കഷണം, പിന്നെ ചെറിയ ഉള്ളി, ഒരു 2 തരി, ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത്. അവിടെ ഇരിക്കട്ടെ.
പൊട്ട നാളികേരൊക്കെ അല്ലേ? അയ്യോ ഇതെന്താ കഴിക്കാഞ്ഞത്? ആണോ? അമ്മ അങ്ങോട്ട് ഇവിടെ ഇപ്പോഴും നാളികേരം വീണുണ്ട്. നല്ല മാവിൻ ചുവട്ടിൽ നിന്നിട്ട് നാളികേരം പൊതിക്കുന്ന ചേട്ടൻ. നല്ല രസമുണ്ട്, നല്ല സീനറി. നല്ല നല്ല മാവിൻ ചുവട്ടില്ലേ നാളികേരം പൊതിക്ക്. ഹായ്, നല്ല ചെറിയ നാളികേരാന്നാ? ആ, പാല് വേനൽക്കാലാവുമ്പോ അങ്ങനത്തെ നാളികേരം ഉണ്ടാവും. ഓ, വലിയ നാളികേരായിരുന്നു ഉണ്ടാവാറല്ലേ? നോക്കട്ടെ, ഭയങ്കര ചെറുതല്ലേ? കണ്ടോ, കല്ലുമ്മ വീണിട്ട്. അയ്യോയ്യോ, പറ്റ അവർക്ക് ഇടയ്ക്ക് നമ്മള് വിളിച്ചു കഴിഞ്ഞാല് വിളിക്കുമ്പോഴേക്കും വരും നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് കാശ് വേണമെന്നുണ്ട് തോന്നുന്നുണ്ട്. പെങ്ങള് അവിടെയുള്ള കാരനാണ് അവരധികം മനസ്സിലായോ നിർബന്ധമൊന്നും പിടിക്കാത്തത്. അതിന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. വെയിറ്റ് വരും. ആര് കുറച്ച് ജാടയിടും. ഇത് ഷോക്കെ കൂടുതല ചില സമയത്ത്. അതാണ് ഇപ്പൊ മീൻകറിക്ക് കുറച്ച് മതി. റെഡിയാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുക്കണം. അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. വലിയ കാര്യം മറന്നുപോയി. ലാലി ജെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങളുടെ കൺപണം. ഞങ്ങളുടെ നല്ല പറഞ്ഞ എൻ്റെ നല്ലല്ലോ പറഞ്ഞേ. ഞങ്ങളുടെ കൺപണാണ്. ആളൊരു വേറെ ലെവലാണ്. യോയോ ആണ്, യോയോ. ആള് നല്ല ജോളി ടൈപ്പാണ്. ലാലി ജെയിംസ് എന്ന് പറഞ്ഞാലേ ഭയങ്കര നല്ല ജോളിയാണ് ആള്. എപ്പോഴും എല്ലാവരോടും ഒരേപോലെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാ. നമ്മുടെ എന്താ പറയാ, നമ്മള് കമ്പയർ ചെയ്ത് പറയുകയാണെന്ന് വെച്ചാൽ അജിത വിജയനൊന്നും ഒന്നുമല്ല അവിടെ. ലാലി ജെയിംസ് ഒക്കെ മേയറായിരുന്നെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ആളൊരു ഭയങ്കര നല്ല ആളാണ്. നന്നായിട്ടേ മറ്റുള്ളവരോട് നന്നായി മിങ്കിൾ ചെയ്യാൻ അറിയണം. നമ്മള് മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കാൻ അറിയുന്ന ഒരു നല്ല സ്ത്രീയാണ്. നല്ലൊരു സ്ത്രീയാണ്. നല്ലൊരു നേതാവാണ് ലാലി ജെയിംസ്. കാര്യാട്ടുകര ടീച്ചർ ലാലൂരാണ്. പക്ഷെ ആള് കാര്യാട്ടുകരയാണ്. ലാലൂര് നമ്മുടെ മാമിന്റെ അവിടെ നിൽക്കണു. കാര്യാട്ടുകര ആണ് എന്റെ അമ്മയുടെ അല്ല അമ്മയുടെ അല്ല നമ്മുടെ അമ്മയുടെ വീട് കാര്യാട്ടുകരയാണ്. ലാലു കാര്യാട്ടുകര. അമ്മയുടെ വീട് സിറ്റി ലാലൂര്. കാര്യാട്ടുകരക്കാരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് ലാലി ജെയിംസിനെ കുറിച്ച് പറയാൻ എനിക്ക് ആദ്യം നാവാണ്. നല്ലതാണ്, നല്ല ചേച്ചിയാണ് ലാലി ജെയിംസ്. എന്ത് സഹായം പറഞ്ഞാലും അപ്പൊ റെഡിയാക്കാം. അത് ആള് റെഡിയാക്കിയിരിക്കും. അതിനുവേണ്ടി ആള് പ്രയത്നിച്ചിരിക്കും. അല്ലാണ്ട് നമ്മളോട് റെഡിയാക്കാം പിന്നെ കാണാം എന്ന് പറയണതല്ല. ശരിയാവില്ല, അത് കിട്ടണം, അത് ശരിയാവില്ല എന്ന് പറയുന്ന ഒരാളാണ്. നമുക്ക് നോക്കാം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആള് തീരുമാനം പോസിറ്റീവ് ആയിരിക്കും. ഒരുപാട് ജയിച്ചിട്ടുണ്ട് പലർക്കും. കാര്യാട്ടുകാരി തന്നെ പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. ജെയിംസിനെ കുറിച്ച് എല്ലാവർക്കും നല്ലതാ പറയാനുള്ളൂ. ലാലേച്ചി ലാലേച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കും. ആള് ലാലേച്ചി ലാലേച്ചി എന്ന് വിളിച്ചിട്ട് അതേപോലെ തന്നെ ആള് അതേപോലെ തന്നെ പിടി കേൾക്കും ചെയ്യും. നമുക്ക് ഒരു വിഷമത്തിയാണ് ഒരവസരം ആളുണ്ടാക്കിയിട്ടില്ല.
കരണ്ട് വന്നപ്പോ നാളികേരൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു. നാളികേരം നല്ലപോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. വെള്ളം ഇങ്ങനെ ഒഴിക്കാം. കുറച്ച് നമ്മളെ ചട്ടിയിൽ വെക്കുമ്പോ ഇത്തിരി വെള്ളം വെക്കുക നല്ലത്. അത് പറ്റുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇത് മീനൊക്കെ എടുത്തേ. നമ്മുടെ മീൻ എന്നമേ പേടിച്ചു പോയി. ഇവിടെ ഒരെണ്ണുണ്ട്. ഇത് പൊട്ടിക്കാം. എന്തോ അങ്ങനെ കൂട്ടാനൊക്കെ നല്ല പോലെ തളച്ച് മറഞ്ഞ് വെന്ത് കഴിഞ്ഞു. മീന് വെളൂരി അധിക സമയം വേണ്ടല്ലോ വേവാനായിട്ട്. അപ്പൊ നമുക്കിനി ഈ കൂട്ടാനങ്ങ് കാച്ചിയെടുക്കാം. കൂട്ടാൻ കാച്ച എന്നാണ് തൃശ്ശൂർക്കാർ പറയാട്ടോ. തൃശ്ശൂർക്കാരുടെ ഓരോരോ രസങ്ങളല്ലേ. ഇങ്ങനെ 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 ആക്കി ഇവിടേക്ക് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് കൂട്ടാൻ അതിൽ നമ്മൾ നാളികേരം മത്ത അതേ ചീന്തട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് ചുറ്റിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഉണ്ട്. ഇനി അത് നാളികേരം കാച്ചാനുള്ള പരിപാടികളായി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കാന്ന് കാണിക്കാം. നല്ല മണുണ്ട്. ഉള്ളി മൂക്കുമ്പോൾ ഒരു വാസനയും വരും. നല്ല വാസന. ഇവിടെ അരി ഊറ്റാതെ വെള്ളമൊക്കെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചീനിച്ചട്ടി പെട്ടെന്ന് ചൂടാവേ, നമ്മൾ നീങ്ങി നിൽക്കാൻ പറ്റില്ല. അത് നമ്മുടെ കഴുകി വെച്ച വേപ്പിൻ്റെ ഇല ഇതങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാച്ചിടാം. വേറൊരു ചീനിച്ചട്ടി ഞാൻ വെച്ച് മീൻ വറുക്കാനാണ് കേട്ടോ. ഇതാണ് കേട്ടോ മീൻ കറി. അങ്ങനെ മീൻ വറുക്കലും കഴിഞ്ഞു. ഇപ്പം ചോറായി, മീൻ കറിയായി, മീൻ വറുക്കലായി. ഇപ്പം ചേട്ടൻ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതേ ഇപ്പം ഇങ്ങടെ പോയി എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ജനാലയൊക്കെ അടയ്ക്കട്ടെ. ജനാലൊക്കെ എപ്പോഴും തുറന്നിട്ടാണ്. വീടിനകത്ത് ചേട്ടൻ ഉള്ളപ്പോഴൊക്കെ തുറക്കും. ഞാനൊക്കെ എല്ലാം അടച്ചിടും. കാരണം പൊടി കയറണ്ടല്ലോ. ഞാനെല്ലാം അടിച്ചു വാരി തുടയ്ക്കണം. ഓ ഇങ്ങോട്ട് നിൽക്കണം. ആ മരം ഒന്ന് വെട്ടാന്ന് വെച്ചിട്ടോ. ഇവിടുത്തെ വെട്ടാനായിരിക്കും. ഉഴുന്നാടി എന്നല്ലേ പറയാം. ഞങ്ങൾ ഉഴുന്നാടി എന്നാട്ടോ വിളിക്കുക. നിങ്ങളെന്താ പറയാറ്? ഇവർ ഈ പറമ്പ് ഇങ്ങനെ വൃത്തിയാക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ഒരു 3-4 കൊല്ലം കൂടുമ്പോഴാണ് വൃത്തിയാക്കുക. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെട്ടിക്കളയും. ഈ അരുഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല പാമ്പും ഇതൊക്കെ വന്ന് കയറൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. നമ്മൾ വൃത്തിയാക്കി വയ്ക്കും ഈ സൈഡ്. പിന്നെ സൂക്ഷിക്കണേ ചേട്ടാ. അതാണ് കണ്ടോ നേരത്തെ കീരിയും പൂച്ചയൊക്കെ നടക്കണ കാരണം അധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കീരിയൊക്കെ നടക്കണ്ടല്ലോ. ഇഷ്ടംപോലെ കീരി വരുന്നുണ്ടേ. പപ്പായ അപാരത. നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ അപാരത. പപ്പായ, സൂപ്പർ പപ്പായ, അടിപൊളി. ഇതാ നമ്മളുടെ പപ്പായ ചെത്തിട്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. വീണപ്പോൾ ഒത്തിരി പുളിങ്ങായിട്ടുണ്ട്. പിന്നെ ഇതാ ചാള വറുത്തത്, നമ്മുടെ കൊഴുവ അല്ല വെളൂരി, സോറി കൊഴുവയല്ല വെളൂരി കറി, മാങ്ങാക്കറി വെച്ചത്,
നാളേരും വറുത്തൊക്കെ മാങ്ങാ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടില്ല, ഏട്ടൻ കഴിക്കണു. ഉപ്പ് കുറവുണ്ടെന്നാ? ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഏട്ടൻ ഊണൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഞാനും ഇന്ന് രാവിലെ ഊണ് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല മീൻകറിയും ഒക്കെ കൂട്ടി. ചേട്ടൻ ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇനി ഉപ്പ് ഇടണമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഇപ്പം തന്നെ വെച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചാറ് അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ അതാ നമ്മുടെ നല്ല ചാള വറുത്തതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിക്കാം. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.